മലയാളത്തില് നല്ല ക്വാളിറ്റി ഉള്ള ഒരു വെബ് സീരീസ് കൂടി വന്നിട്ടുണ്ട്. റോസ്ലിൻ എന്നാണ് വെബ് സീരീസിന്റെ പേര്. വിനായക് ശശികുമാർ ആണ് പടം എഴുതിയിരിക്കുന്നത്. മലയാളത്തിലെ പ്രസന്റ് ടൈമിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ലിറിക്സിസ്റ്റ് ആണ് വിനായക്. അദ്ദേഹത്തിന്റെ നല്ലൊരു സ്ക്രിപ്റ്റ്, ഒറിജിനൽ സ്റ്റോറിയും സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത് വിനായക് തന്നെയാണ്. നല്ല ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്, ത്രില്ലറാണ് പടം. നമ്മളിലെ ആദ്യത്തെ 1-2 എപ്പിസോഡിൽ കാണുന്ന സമയത്ത് ഇതൊരു സൈക്കോ ത്രില്ലർ ആണോ എന്ന് നമ്മളിങ്ങനെ ആലോചിച്ചു പോകും. കാരണം ഒരു 17 വയസ്സിലൊരു കുട്ടി, അവര് കാണുന്ന സ്വപ്നങ്ങള്, പേടിപ്പിക്കുന്ന സ്വപ്നങ്ങള്, പിന്നെ ഒരു ആംബിയൻസ്, ഒരു സാധാരണ മനുഷ്യന് പേടിക്കാനുള്ള എല്ലാ ആംബിയൻസും അതിന്റെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട്. അതായത് ഹൈ റേഞ്ചിലാണ് സ്റ്റോറി നടക്കുന്നത്. ഒരു വലിയ വീട്, ഫാം. അപ്പോ മനസ്സിലായല്ലോ, ഒരാൾക്ക് പേടിക്കാനുള്ളതെല്ലാം ആ സെറ്റപ്പിൽ തന്നെ ഉണ്ട്. പക്ഷെ ഈ സ്റ്റോറി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല, വേറൊരു രീതിക്കാണ് പോവുക. നല്ലൊരു ത്രില്ലറാണ്. വിനീത്, മീന, സഞ്ജന, അതുപോലെ തന്നെ ഹക്കീം ഷാ, ഇവരാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. വേറെയും കുഞ്ഞു കുഞ്ഞു ആർട്ടിസ്റ്റുകളൊക്കെ വന്നു പോകുന്നുണ്ട്. നല്ല പെർഫോമൻസ് ആയിരുന്നു. വിനീത് ഇപ്പോ നമ്മൾ തൊട്ടു മുമ്പ് കണ്ട എക്കോ എന്ന് പറയുന്ന മൂവിയിലെല്ലാം കാണിച്ചിട്ടുള്ള ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, അതിന്റെ ഒരു വേറൊരു വേർഷൻ ആയിട്ടോ അല്ലെങ്കിൽ അത്രയും ഏജ്ഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രമായി തന്നെയാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. ഒരു അച്ഛൻ കഥാപാത്രമാണ്, നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മീനയുടെ കഥാപാത്രം കാണുന്ന സമയത്ത് നമുക്ക് ദൃശ്യത്തിലെ ക്യാരക്ടർ പോലെയൊക്കെ നമുക്ക് തോന്നും. മീനയും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. മീന അറിയാലോ, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ആക്ട്രസ് ആണ്. പിന്നെ എനിക്ക് ആ ഒരു പോരായ്മ തോന്നിയ കാര്യം എന്താ വെച്ചാല് അവരുടെ മേക്കപ്പ് ഭയങ്കര ഓവറാണ്. അതിപ്പോ ദൃശ്യം മൂവി എടുത്തു കഴിഞ്ഞാലും അറിയാലോ, വീട്ടിൽ ചിലപ്പോ പച്ചക്കറി എല്ലാം മുറിക്കുന്ന അമ്മായിയായിട്ട് അല്ലെങ്കിൽ അമ്മച്ചിയായിട്ടൊക്കെ ആയിരിക്കും അഭിനയിക്കുക. പക്ഷെ അവരുടെ മേക്കപ്പ് എന്ന് വെച്ചാല് വല്ലാത്ത മേക്കപ്പാണ്. കുട്ടിയെല്ലാം ഇട്ട് ഇങ്ങനെ ചുവപ്പിച്ച് അങ്ങനെ റെഡി സെറ്റ് ആയിരിക്കുന്ന സീരിയൽ ഷൂട്ടിങ്ങിന് പോകാൻ നിൽക്കുന്ന ഒരു അമ്മായിയെ പോലെയാണ് ആ കഥാപാത്രം ഉണ്ടാവുക. പൊതുവെ ആ മീന എന്ന് പറയുന്ന ആക്ട്രസിന്റെ ഒരു സ്ക്രീൻ അപ്പിയറൻസ് അങ്ങനെ തന്നെയാണ്. അതിപ്പോ നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതൊരു പോരായ്മയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുറച്ചുകൂടി നാച്ചുറൽ ആയിട്ട് അവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ മേക്കപ്പും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതില് വിനീതിന്റെ മേക്കപ്പ് ആൻഡ് കോസ്റ്റ്യൂംസ് ഒക്കെ നന്നായിരുന്നു. ആ ഒരു ഏജ് ശരിക്കും കാണാനുണ്ട്. ശരിക്കും ഒരു അച്ഛൻ കഥാപാത്രം തന്നെയാണ്. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട കഥാപാത്രം അഭിനയിച്ചിട്ടുള്ള സഞ്ജനയുടെ നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അതാണ് ആ സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം. അവരിൽ കൂടിയാണ് ഈ സിനിമ കേട്ടോ, വെബ് സീരീസ് മുന്നോട്ട് പോകുന്നത്. അടുത്തായിട്ട് പറയാനുള്ള ആള് ഹക്കീം ഷാ ആണ്. ഹക്കീം ഷാ ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ആക്ടറാണ്. അയാളുടെ പെർഫോമൻസിന് എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആദ്യത്തെ 1-2 എപ്പിസോഡിൽ കാണുന്ന സമയത്ത്, 1-2 ഏകദേശം ഒരു പകുതി വരെ നമുക്ക് ഇയാളോട് തോന്നുന്ന ഒരു പേടിയുണ്ട്. ഇനി ഇയാളങ്ങനെ കൊല്ലുവോ, ആ ഒരു തോന്നലുണ്ട്. പിന്നെ അയാളുടെ അപ്പിയറൻസ് നോക്കിക്കഴിഞ്ഞാലും ആ ഒരു കണ്ണും പൂച്ചക്കണ്ണെല്ലായിട്ട് കണ്ട അത്യാവശ്യം പേടിക്കുന്ന രീതിയിലാണ് അയാളെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. നന്നായി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഫാമും സെറ്റപ്പ് എല്ലാം കാണുന്ന സമയത്ത് തന്നെ എന്തൊക്കെയോ ഒരു ദുരൂഹതയെല്ലാം തോന്നും നമുക്ക്. അല്ലെങ്കിൽ അത്രയും ചെറിയ ഫാമിലിക്ക് എന്തിനാണ് അത്രയും വലിയ വീട്, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ ഇതിന്റെ കഥ ഉണ്ടല്ലോ, ഒട്ടും ലൂപ്പില്ലാതെ എഴുതിയിട്ടുള്ള ഒരു കഥയാണ്. നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതായത് സ്ക്രിപ്റ്റ് നമുക്ക് എവിടെയാണ് ഒരു വീക്ക് പോയിന്റ് ആയിട്ടൊന്നും